ഇന്ത്യ പാക് ചർച്ചകൾ പുനരാരംഭിക്കണം. മോദിക്കും ഷഹബാസ് ഷെരീഫിനും 117 പ്രമുഖരുടെ കത്ത്. ഓപ്പറേഷൻ സിന്ദൂറിന് 1 വർഷത്തിനു ശേഷം നിരവധി രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള 100-ലധികം പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടും സംയുക്തമായി സമാധാനം, സംഭാഷണം, സാധാരണ ഉഭയകക്ഷി ബന്ധം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിന് മൂർത്തവും സുസ്ഥിരവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സെന്റർ ഫോർ പീസ് ആൻഡ് പ്രോഗ്രസ് പുറപ്പെടുവിച്ചതും ഇന്ത്യയിൽ നിന്നുള്ള 61 പേരും പാകിസ്ഥാനിൽ നിന്നുള്ള 56 പേരും ഉൾപ്പെടെ 117 പേർ ഒപ്പിട്ടതുമായ അപ്പീലിൽ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് അവസരങ്ങളും സമൃദ്ധിയും സുരക്ഷിതമായ ഭാവിയും നിഷേധിക്കുന്ന ദീർഘകാല ശത്രുത അവസാനിപ്പിക്കാൻ ഇരു സർക്കാരുകളെയും പ്രേരിപ്പിച്ചു. നാഷണൽ കോൺഫറൻസ് മേധാവി ഫാറൂഖ് അബ്ദുള്ള, വിഘടനവാദി നേതാവ് മിർവായിസ് ഉമർ ഫാറൂഖ്, PDP മേധാവി മെഹബൂബ മുഫ്തി, RJD MP മനോജ് ഷാ, മുൻ TMC മന്ത്രിയും നിലവിലെ AJUP നേതാവുമായ ഹുമയൂൺ കബീർ എന്നിവരും ഇന്ത്യയിൽ ഒപ്പുവെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ഖുർഷിദ് മഹ്മൂദ് കസൂരി, മുൻ നയതന്ത്രജ്ഞൻ അഷ്റഫ് ജഹാംഗീർ ഖാസി, ദേശീയ അസംബ്ലി അംഗം ഇസ്ഫന്യർ ഭണ്ഡാര, ആണവ ഭൗതിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ പർവേസ് ഹൂഡ്ബോയ് എന്നിവരും ഒപ്പുവെച്ചവരിൽ ഉൾപ്പെടുന്നു. പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക, ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും ഹൈക്കമ്മീഷണർമാരെ പുനഃസ്ഥാപിക്കുക, സാധാരണ വിസ സേവനങ്ങൾ പുനരാരംഭിക്കുക, വാണിജ്യ വിമാനങ്ങൾക്കായി വ്യോമാതിർത്തി വീണ്ടും തുറക്കുക എന്നിവയുൾപ്പെടെ ആത്മവിശ്വാസം വളർത്തുന്ന നടപടികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഒപ്പുവെച്ചവർ ഇരു നേതാക്കളോടും അഭ്യർത്ഥിച്ചു. പാകിസ്ഥാനോടുള്ള സമീപനത്തിൽ മാറ്റമില്ലെന്ന് ന്യൂഡൽഹി ആവർത്തിച്ച് വാദിക്കുമ്പോഴും ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് നിലനിൽക്കില്ല, ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല എന്ന് വാദിക്കുമ്പോഴും ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഏതൊരു പുരോഗതിയും അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഈ അഭ്യർത്ഥന. വ്യാപാരത്തിനും യാത്രയ്ക്കുമായി അട്ടാരി വാഗ അതിർത്തി വീണ്ടും തുറക്കുക, ശ്രീനഗർ മുസഫറാബാദ് ബസ് സർവീസ് പുനരുജ്ജീവിപ്പിക്കുക, മറ്റ് അതിർത്തി കടന്നുള്ള കണക്ടിവിറ്റി സംരംഭങ്ങൾ എന്നിവയും അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് മനുഷ്യരാശിയുടെ 1/5 ഭാഗവും വസിക്കുന്നു. നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം യുവാക്കളാണ്. നിരന്തരമായ അവിശ്വാസത്തിനും ഏറ്റുമുട്ടലിനും പകരം സമാധാനം, വികസനം, കണക്ടിവിറ്റി, സഹകരണം എന്നിവയാൽ നിർവചിക്കപ്പെട്ട ഒരു ഭാവിയാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ അർഹിക്കുന്നതെന്നും കത്തിൽ പറയുന്നുണ്ട്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അകൽച്ച നമ്മുടെ കൂട്ടായ കഴിവുകളെ തടസ്സപ്പെടുത്തുകയും സാമൂഹിക, സാമ്പത്തിക, മാനുഷിക ചിലവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും സുസ്ഥിരവും സമൃദ്ധവുമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഏക പ്രായോഗിക മാർഗം സുസ്ഥിരമായ ഇടപെടലും സംഭാഷണവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീർ ഉൾപ്പെടെ എല്ലാ പ്രധാന വിഷയങ്ങളിലും സമഗ്രമായ ഒരു ഉഭയകക്ഷി സംഭാഷണം പുനരാരംഭിക്കണമെന്നും 2004-നും 2007-നും ഇടയിൽ ചർച്ച ചെയ്ത ചട്ടക്കൂട് പുനഃപരിശോധിക്കണമെന്നും സൈനികവൽക്കരണവും സംഘർഷം ലഘൂകരിക്കലും പിന്തുടരണമെന്നും ഇരു രാജ്യങ്ങളുടെയും ന്യായമായ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടു. ആത്മവിശ്വാസം വളർത്തുന്ന നടപടികളായി കർത്താർപൂർ സാഹിബ് ഇടനാഴി വീണ്ടും തുറക്കണമെന്നും പാകിസ്ഥാനിലെ നീലം താഴ്വരയിലെ ശാരദാപീഠത്തിലേക്കുള്ള പ്രവേശനം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള മതപരവും സാംസ്കാരികവുമായ പൈതൃക സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കണമെന്നും ഒപ്പിട്ടവർ പറയുന്നു. സാധാരണക്കാരുടെ അഭിലാഷങ്ങൾ കേൾക്കാനും ഒറ്റപ്പെടലിന് പകരം ഇടപെടലും ശത്രുതയ്ക്ക് പകരം സംഭാഷണവും ഏറ്റുമുട്ടലിന് പകരം സഹകരണവും തിരഞ്ഞെടുക്കാനും ഞങ്ങൾ നിങ്ങളോട് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദക്ഷിണേഷ്യയുടെ ഭാവി രൂപപ്പെടുത്തേണ്ട വിഭജനത്തിലൂടെയും സംഘർഷത്തിലൂടെയുമല്ല, മറിച്ച് സമാധാനത്തിലൂടെയും സമൃദ്ധിയിലൂടെയും പങ്കിട്ട പുരോഗതിയിലൂടെയുമാണെന്നും അതിൽ പറയുന്നു. ഈ അഭ്യർത്ഥന ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരമല്ല. സംഘർഷം, ഏറ്റുമുട്ടൽ, വിഭജനം എന്നിവയ്ക്ക് അതീതമായി ഏകദേശം 2 ബില്യൺ ജനങ്ങളുടെ ക്ഷേമം, അഭിലാഷങ്ങൾ, ഭാവി എന്നിവയെ പ്രതിഷ്ഠിക്കാനുള്ള ആഹ്വാനമാണിത്. സമാധാനം, സംഭാഷണം, സഹകരണം എന്നിവ സ്ഥിരതയുള്ളതും സമൃദ്ധവും സുരക്ഷിതവുമായ ദക്ഷിണേഷ്യയിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള പാത വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും കത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.